നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി. പൂച്ചനിപ്പാടത്തെ ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി. CPI ഊരകം ലോക്കൽ കമ്മിറ്റി അംഗവും BKMU നേതാവുമായിരുന്ന NK സുബ്രഹ്മണ്യന്റെ സ്മൃതി കുടീരം സമർപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ അനാച്ഛാദനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാർലം കോടന്നൂർ 25ാം യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം പീതാംബരൻ ഇയാനി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. രാവിലെ നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പ്രിജോ വടക്കേത്തല കാർമ്മികനായി. ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി സന്ദേശം നൽകി. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരുന്നു. പൂച്ചനിപ്പാടത്തെ ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി. നിരവധി വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കാളികളായി. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോൺ പാണിങ്ങാടൻ കർമ്മികനായി. ഫാദർ ജോയ്സൺ ചെറുവത്തൂർ സന്ദേശം നൽകി. വൈകിട്ട് വർണ്ണാഭമായ തിരുനാൾ പ്രദക്ഷിണവും സമാപന ആശീർവാദവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരുന്നു. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരുന്നു. CPI ഊരകം ലോക്കൽ കമ്മിറ്റി അംഗവും BKMU നേതാവുമായിരുന്ന NK സുബ്രഹ്മണ്യന്റെ സ്മൃതി കുടീരം സമർപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ അനാച്ഛാദനം ചെയ്തു. നാട്ടിക MLA CC മുകുന്ദൻ, ഐശ്വര്യ സുനിൽ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ സദസ്സ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു തവണ സുബ്രഹ്മണ്യനെ പരിചയപ്പെട്ടവരാരും പിന്നെ അദ്ദേഹത്തെ മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു
പ്രവർത്തന രീതി ഉണ്ടായിരുന്ന ഒരു സഖാവാണ് സുബ്രൻ. 2006 ഞാൻ ചേർപ്പ് MLA ആയിട്ട് വരുമ്പോൾ അദ്ദേഹം ഇവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന CPM-ന്റെ ഒരു പ്രവർത്തകനായിരുന്നു. ആ കാലഘട്ടം മുതൽ അദ്ദേഹം ഓരോ കാര്യങ്ങൾക്ക് വരുന്നതും നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം വരുന്നതെല്ലാം ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ കാര്യത്തിലാണ്. ഒന്നുകിൽ ഒരു പാവപ്പെട്ട ആൾക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുന്ന കാര്യത്തിന് വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും അംഗനവാടികളുടെ അല്ലെങ്കിൽ റോഡിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നാടിന്റെ സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങൾക്കല്ലാതെ സുബ്രേട്ടൻ വേറെ ഒരു കാര്യത്തിനും വരാറില്ല. അപ്പൊ നിരന്തരമായി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നതിന്റെ അർത്ഥം അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അത്രയും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നീട് ഞാൻ MLA ഇവിടുന്ന് മാറി കൈപ്പൊങ്കൽ MLA ആയിരിക്കുമ്പോഴും അദ്ദേഹം നിരന്തരമായിട്ട് ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും എന്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. സുബ്രേട്ടൻ വരുമ്പോൾ എനിക്കറിയാം സുബ്രേട്ടൻ വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട ആളെയും കൊണ്ടായിരിക്കും വരിക. മിക്കവാറും ആശുപത്രി കേസുകളാണ് സുബ്രേട്ടൻ കൊണ്ടുവരുന്ന കേസുകൾ, അധികവും ആശുപത്രി കേസുകളാണ്. ആശുപത്രി ഡോക്ടർമാരെ വിളിച്ചു പറയേണ്ട കേസുകൾ, അങ്ങനെയുള്ള കേസുകളല്ലാതെ സുബ്രേട്ടൻ മറ്റൊരു കാര്യത്തിനും അദ്ദേഹത്തിന്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും അദ്ദേഹം ഒരു നേതാവിന്റെയും ഒരു ജനപ്രതിനിധി അടുത്ത് പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. എന്റെ അടുത്ത് വന്നിട്ടില്ല എങ്ങനെയാണ്. മുൻ MLA ഗീതാ ഗോപി മുഖ്യാതിഥിയായി. വള്ളുകുന്നത്തുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി MS സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, ഊരകം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VM വിനോദ്, ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സനന്ദ്, ഊരകം ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി PA ഷമീർ, അവറു, VN വത്സൻ, ലിസി ഡേവിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാർലം കോടന്നൂർ 25ാം യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം പീതാംബരൻ ഇയാനി ഉദ്ഘാടനം ചെയ്തു. പാറളം യൂണിറ്റ് സമ്മേളനത്തിൽ AV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശോഭ സന്തോഷ് പ്രവർത്തന റിപ്പോർട്ടും രശ്മി ജിജിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി TA ജോസഫ്, പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ട്രഷറർ സുകന്യ എന്നിവർ സംസാരിച്ചു. കോടന്നൂർ യൂണിറ്റ് സമ്മേളനത്തിൽ P രമണി അധ്യക്ഷത വഹിച്ചു. സുസ്മിത വരദൻ പ്രവർത്തന റിപ്പോർട്ടും പ്രിയ സോമൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തയ്യൽ തൊഴിലാളികൾക്ക് ESI നടപ്പിലാക്കുക തുടങ്ങി വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ചേർപ്പ് തൃപ്രയാർ സംസ്ഥാന പാതയിലെ ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ പാലം പൊളിച്ചു തുടങ്ങി. അപ്രോച്ച് റോഡിലെ സ്ഥലപരിമിതി യാത്രക്കാരെ വലയ്ക്കുന്നു. ചിറക്കൽ തോടിന് സമാന്തരമായി ഉണ്ടായിരുന്ന പാലം കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. CC മുകുന്ദൻ MLAയുടെ ശ്രമഫലമായി പൊതുമരാമത്ത് വകുപ്പ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5,30,00,000 രൂപ വിനിയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 20 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമായി ഇരുവശത്തും നടപ്പാതയോടുകൂടിയാണ് പുതിയ പാലം വരുന്നത്. 16 മീറ്റർ നീളവും 7.20 മീറ്റർ വീതിയുമാണ് നിലവിലെ പാലത്തിനുണ്ടായിരുന്നത്. നവംബറോടെ പൊളിക്കൽ പൂർത്തിയാക്കി ഉടൻ തന്നെ നിർമ്മാണം തുടങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അപ്രോച്ച് റോഡിന് സ്ഥലമില്ലാത്തതായിരുന്നു പാലം നിർമ്മാണത്തിന് തടസ്സമായിരുന്നത്. ജനപ്രതിനിധികളും നാട്ടുകാരും നടത്തിയ നിരന്തര പരിശ്രമത്തിനൊടുവിൽ നിലവിലുള്ള പാലത്തിന്റെ ഇടതുവശത്തുകൂടി അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ധാരണയായി. എന്നാൽ സ്ഥലപരിമിതി മൂലം വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്താനാകാത്തതാണ് വെല്ലുവിളിയായിരിക്കുന്നത്. നിലവിൽ ഭാരവാഹനങ്ങൾക്ക് അപ്രോച്ച് റോഡിലൂടെ കടന്നുപോകാൻ നിരോധനമുണ്ട്. എന്നാൽ യാത്രക്കാർ കുറവുള്ള ബസ്സുകൾ മാത്രം നിയന്ത്രണ വിധേയമായി ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. വാഹനങ്ങളുടെ ബാഹുല്യം താൽക്കാലിക ബണ്ട് റോഡിന് താങ്ങാനാകുമോ എന്നാണ് അധികൃതരുടെ ആശങ്ക. കലക്ടറുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തിന് മുൻപായി താൽക്കാലിക റോഡ് നിർമ്മാണം പൂർത്തിയായിരുന്നു. എന്നാൽ ചിറക്കൽ തോട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമായി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ ഇത് ഭാഗികമായി പൊളിച്ചു മാറ്റേണ്ടി വന്നു. തുടർന്നാണ് ഇത് ബലപ്പെടുത്തി വാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന വിധമാക്കിയത്. അതിനാൽ അടുത്ത മഴക്കാലത്തിന് മുൻപ് തന്നെ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് പൊതുമരാമത്ത് അധികൃതരും ജനപ്രതിനിധികളും. തൃപ്രയാർ ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതി നൽകി വരുന്ന മുതിർന്ന കലാകാരന്മാർക്കുള്ള ശ്രീരാമപാദ സുവർണമുദ്ര പുരസ്കാരം തിമില വാദ്യകലാ വിദ്വാൻ കേളത്ത് കുട്ടപ്പൻ മാരാർക്ക് സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലത്ത് പുരസ്കാരം കൈമാറി. വാദ്യകലകളിലേക്കുള്ള വാദ്യകല അഭ്യസിച്ച് മുന്നേറാനുള്ള നമ്മുടെ യുവതിയുടെ മനസ്സും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ്
ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതി എന്ന പേരിൽ കഴിഞ്ഞ 28 വർഷമായി തൃപ്രയാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ ആ റോൾ അവരുടെ കർത്തവ്യവും കടമയും മനസ്സിലാക്കുന്നത്. ക്ഷേത്ര മുറ്റത്ത് നിന്ന് ക്ഷേത്രാങ്കണങ്ങളിൽ നിന്ന് യുവത വഴിതെറ്റുമ്പോൾ അവരെ ക്ഷേത്ര മുറ്റത്തെത്തിക്കുക, ക്ഷേത്ര വാദ്യ കലകളെ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുക. കൊച്ചി ദേവസ്വം ബോർഡും ഇതുപോലെ ഒരു പദ്ധതിക്ക് പരിപാടിക്ക് തുടക്കം കുറിക്കുകയും കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനൊരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വാദ്യ കലാ ക്ഷേത്രം എന്ന പേരിൽ വാദ്യ കലകൾ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ എടുത്തിട്ടുണ്ട്. ആസ്വാദക സമിതി ചെയർമാൻ PG നായർ അധ്യക്ഷനായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രസിദ്ധ വാദ്യകലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വാദ്യകല ആസൂത്രണം ചെയ്തിരിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. നവമി ദിവസത്തോടെ നമ്മുടെ വാദ്യകലയുടെ പരിപാടി ഈ വർഷത്തെ സമാപനം കുറിക്കുകയാണ്. 23 വർഷമായി ഏകാദശിക്ക് പൊലിമ ഈ ത്രിപുര വാദ്യകല ആസ്വാദ സമിതിക്ക് നിർഭാഗ്യമെന്ന് പറയട്ടെ, നാളിതുവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും അഫിലിയേഷൻ കിട്ടിയിട്ടില്ല. അത് ഈ സന്ദർഭത്തിൽ നമ്മുടെ ബോർഡ് മെമ്പറിന് മുമ്പാകെ നമ്മൾ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ക്ഷേത്രവാദ്യകല ആസ്വാദ സമിതിയെ പരിഗണിക്കണം. അവർ ചെയ്യുന്ന പ്രവൃത്തി ഏകാദശിയുടെ പ്രഗൽഭം കൂട്ടുക എന്നല്ലാതെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ പ്രശസ്തി പത്രം കൈമാറി. പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് വിദ്യാധരൻ, കിഴക്കൂട്ട് അനിയന്മാർ, പരക്കാട് തങ്കപ്പൻ മാരാർ എന്നിവരെ അദ്ദേഹം ആദരിച്ചു. ആസ്വാദക സമിതി ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, UP കൃഷ്ണനുണ്ണി, P ശശിധരൻ, C പ്രേംകുമാർ, P മണികണ്ഠൻ, NK ചിദംബരം എന്നിവർ പ്രസംഗിച്ചു. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ ക്രിസ്തുരാജ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധരുടെ വേഷങ്ങളണിഞ്ഞ് കുരുന്നുകൾ അണിനിരന്നത് ശ്രദ്ധേയമായി. മതബോധന വിദ്യാർത്ഥികൾ അണിനിരന്ന ക്രിസ്തുരാജ റാലിയുമുണ്ടായിരുന്നു. സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ സന്ദേശം നൽകി. കുർബാനയ്ക്ക് ഫാദർ ജിയോ മോൻ കല്ലേരി, ഫാദർ ലിജോ ചിരിയങ്കണ്ടത്തും കാർമ്മികത്വം വഹിച്ചു. മഹാകവി ചേറ്റുവായി പരീക്കുട്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന ചേറ്റുവ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ കൂട്ടപ്രാർത്ഥന നടന്നു. ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ കബറിടത്തിലെ മീസാൻ കല്ല് പൂർണ്ണ വിവരങ്ങൾ അടയാളപ്പെടുത്തി പുനഃസ്ഥാപിച്ചു. ഭാവിയിൽ മാപ്പിളപ്പാട്ട് ഗവേഷക വിദ്യാർത്ഥികൾ കവിയുടെ ചരിത്രം അന്വേഷിച്ച ചേറ്റുവ പള്ളി അങ്കണത്തിലെത്തിയാൽ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാൻ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയാണ് മീസാൻ കല്ല് പുനഃസ്ഥാപിച്ചത്. ചേറ്റുവ മഹല്ല് കമ്മിറ്റിയും MSYS ഭാരവാഹികളും മഹല്ല് നിവാസികളും സംയുക്തമായാണ് ഇത് പുനഃസ്ഥാപിച്ചത്. ചേറ്റുവ മഹല്ല് ഖത്തീബ് സലീം ഫൈസി, മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തുകായിൽ, ES ഖാദർ, നൌഷാദ് കൊട്ടിലിങ്ങൽ, MSYS ഭാരവാഹികളായ റാഫി മുസ്ലിയാർ, മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുള്ളൂർക്കര സെന്ററിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് ലോറിയിലിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന 14 അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വഴിക്കടവ് സ്വദേശികളായ 67 വയസ്സുള്ള സദാശിവൻ, 58 വയസ്സുള്ള സുശീല, 41 വയസ്സുള്ള നിത്യ, 49 വയസ്സുള്ള മോഹനൻ, 60 വയസ്സുള്ള വിജയമ്മ, 52 വയസ്സുള്ള സാവിത്രി, 45 വയസ്സുള്ള രാജി, 27 വയസ്സുകാരി അഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സംഭവ സ്ഥലത്തു നിന്നും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ കാറിൽ കടത്തുകയായിരുന്ന വൻ ഹാൻസ് ശേഖരം പോലീസ് പിടികൂടി. 30 ചാക്കോളം ഹാൻസ് വടക്കാഞ്ചേരി SI ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ മലപ്പുറം പെരുമ്പടപ്പ പാലപ്പെട്ടി സ്വദേശി വെള്ളറട്ടയിൽ വീട്ടിൽ 37 വയസ്സുള്ള അബ്ദുൽ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹാൻസ് ശേഖരം അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്നു എന്നാണ് വിവരം. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി. പൂച്ചനിപ്പാടത്തെ ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി. CPI ഊരകം ലോക്കൽ കമ്മിറ്റി അംഗവും BKMU നേതാവുമായിരുന്ന NK സുബ്രഹ്മണ്യന്റെ സ്മൃതി കുടീരം സമർപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ അനാച്ഛാദനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാർലം കോടന്നൂർ 25ാം യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം പീതാംബരൻ ഇയാനി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.